ദി റിയൽ സോൾമേറ്റ്. രചന മൗസിന അൻസീർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂരം. കോഫി നന്ദ കുറച്ച് മാത്രം കുടിച്ച് വീണ്ടും യാത്ര തുടർന്നു. കുറച്ചുകൂടി മുന്നോട്ടെത്തിയപ്പോൾ നന്ദയുടെ കണ്ണിൽ ഇരുട്ടുമൂടുന്ന പോലെ തോന്നിയവൾക്ക്. അവളിലെ ആ മാറ്റമെല്ലാം വന്യമായ ക്രൂരതയോടെ സേതുമാധവൻ നോക്കിക്കൊണ്ട് അയാളുടെ ഫ്ളാറ്റ് ലക്ഷ്യമാക്കി വണ്ടി മുന്നോട്ടെടുത്തു. സമയം ഒരുപാട് വൈകിയതുകൊണ്ട് അയാൾ നന്ദയും കൊണ്ട് ഫ്ളാറ്റിലേക്ക് കയറിയതാരും കണ്ടില്ല. അകത്തേക്ക് കയറിയ സേതുമാധവൻ നന്ദയെ പെട്ടിലേക്ക് കിടത്തി. ഫ്രിഡ്ജിൽ നിന്നും മദ്യമെടുത്ത് കുടിക്കാൻ തുടങ്ങി. ആ സമയം നന്ദയുടെ സ്വത്തിനേക്കാൾ അവളുടെ പെണ്ണുടൽ മാത്രമായിരുന്നു അയാളുടെ ഉള്ളിൽ. അതിന് വീര്യം കൂട്ടാൻ മദ്യം എന്ന ലഹരിയും. ആ സമയം അയാൾ മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല. ആ മദ്യലഹരിയിൽ തന്നെ നന്ദയുടെ മുകളിലേക്ക് കിടക്കാൻ പോയപ്പോൾ അയാളുടെ ഫോൺ റിങ് ചെയ്തു. അതെടുക്കാതെ വീണ്ടും അവളിലേക്ക് അടുക്കാൻ പോയപ്പോൾ തുടരെ ഫോൺ റിങ് ചെയ്തു. സേതുമാധവൻ കോഫിയിൽ ചേർത്ത പൊടിയുടെ മയക്കമിടാതെ നന്ദ കൺപോളകൾ പതിയെ തുറക്കുമ്പോൾ മങ്ങിയ ഈ കാഴ്ചകളായിരുന്നു കാണുന്നത്. ഒടുവിൽ നന്ദയിൽ നിന്ന് അല്പം മാറി സേതുമാധവൻ കൈയെത്തിപ്പിടിച്ചുകൊണ്ട് ഫോൺ എടുത്ത് കോൾ സ്പീക്കറിൽ ഇട്ടു. അച്ഛാ, അച്ഛനിത് എവിടെയാ? ഞാൻ എത്ര തവണ വിളിച്ചു അച്ഛാ? ഞാനൊരു പാർട്ടിയിലായിരുന്നു. എന്താണ് കാര്യം? അച്ഛാ, നമ്മുടെ നന്ദയെ കാണാനില്ല. അപ്പോൾ സേതുമാധവൻ ക്രൂരമായ ചിരിയോടെ നന്ദയെ നോക്കി. ആളപ്പോൾ കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് എന്തോ സംസാരിക്കാൻ തുടങ്ങുന്ന പോലെ കണ്ട സേതുമാധവൻ വേഗം അയാളുടെ കൈകൊണ്ട് അവിടെ വാപൂത്തി പിടിച്ചുകൊണ്ട് സംസാരം തുടർന്നു. അയ്യോ ജിത്തു, നമ്മുടെ നന്ദുമോളെയോ? എന്താണ് ശരിക്കും സംഭവിച്ചത്? വിഷമം ആദ്യം അഭിനയിച്ചുകൊണ്ട് സേതുമാധവൻ ചോദിച്ചു. ആ സമയം തന്നെ നന്ദ സേതുമാധവന്റെ അടിവയറ്റിൽ ശക്തമായി ചവിട്ടി. ജിത്വേട്ട എന്ന് വിളിച്ചു കൂവി. പക്ഷേ ജിതിന് അത് കേട്ടിരുന്നില്ല. പ്രതീക്ഷിക്കാതെ കിട്ടിയ നന്ദയുടെ അടിയിൽ സേതുമാധവൻ കയ്യിലുണ്ടായിരുന്ന ഫോൺ തെറിച്ച് താഴെ പോയിരുന്നു. അപ്പോൾ കോളും കട്ടായിരുന്നു. സേതുമാധവൻ ദേഷ്യത്തോടെ വന്ന് കട്ടിലിരിക്കുന്ന നന്ദയെ ആഞ്ഞ് ചവിട്ടി. ആ സമയം അവളുടെ തല ശക്തിയിൽ ഭിത്തിയിൽ ചെന്നിടിച്ചു. അവളുടെ ബോധം അറിയുന്നതിന് മുന്നേ നന്ദ അവളുടെ വിരലിലെ കൃഷ്ണമോതിരം കയ്യിലെടുത്തു. ശ്വാസമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്ന സേതുമാധവന്റെ പാന്റിന്റെ പോക്കറ്റിലിട്ട് കൊടുത്തു. ആ സമയം അവൾ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഈ കൊലപാതകത്തിന് ഇതെങ്കിലും ഒരു തെളിവായി അവളുടെ കിച്ചയുടെ മുമ്പിൽ എത്തട്ടെ എന്ന് മാത്രമായിരുന്നു. കിച്ചേട്ട എന്നൊരു നീട്ടിവിളിയിൽ അവളുടെ അവസാന ശ്വാസവും പുറത്തേക്ക് വന്നു. സേതുമാധവൻ ദേഷ്യത്തോടെ ഭിത്തിയിലിടിച്ചു. നന്ദയുടെ ശബ്ദം ജിതിൻ കേട്ടിട്ടുണ്ടാവുമെന്ന പേടിയിലായിരുന്നു അയാൾ. അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നിനും നിൽക്കാതെ നന്ദയുടെ ബോഡിയും എടുത്ത് അയാൾ കാറിലേക്ക് വെച്ചു. അവളെ കണ്ടുകിട്ടിയതിന്റെ അടുത്തായി ആരുമില്ലാത്തൊരു ക്യാമറ കണ്ടു പോലുമില്ലാത്തൊരു കട്ട് റോഡിൽ അവളെ ഉപേക്ഷിച്ച സേതുമാധവൻ കടന്നു കളഞ്ഞു. ശേഷം ജിതിന്റെ അടുത്തേക്കാണ് അയാൾ ആദ്യം പോയത്. ജിതിൻ നന്ദയുടെ നിലവിളി കേട്ടിട്ടുണ്ടാവുമെന്ന ഭയം ഉള്ളിലൊതുക്കി അയാൾ ടെൻഷനോടെ ജിതിന്റെ അരികിലെത്തി. അവന്റെ ആദ്യ സംസാരത്തിൽ തന്നെ അവനൊന്നും കേട്ടില്ലെന്ന് മനസ്സിലാക്കിയ സേതുമാധവൻ പിന്നെ ആർക്കു മുമ്പിൽ നന്നായിട്ട് അഭിനയിക്കുകയായിരുന്നു. ഒരു പൊട്ടിക്കരച്ചിലോടെ ജിതിനെ അയാൾ കെട്ടിപ്പുണരുമ്പോൾ അത് അയാളുടെ അഭിനയമാണെന്നറിയാതെ ജിതിൻ അവന്റെ അച്ഛനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു. RK ഗ്രൂപ്പിന്റെ ഏകാവകാശി ഗൗരി നന്ദയുടെ മിസ്സിംഗ് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ആ കട്ട് റോഡിലൂടെ കടന്നുപോയൊരു പോലീസ് വാഹനത്തിലൊരു പോലീസുകാരനാണ് നന്ദയുടെ ബോഡി ആദ്യം കണ്ടത്. മീഡിയക്കാർ അതൊരു ആഘോഷമാക്കി മാറ്റുമ്പോൾ ആ വാർത്ത കേൾക്കുന്ന ഓരോരുത്തരും അത് നോവുണർത്തി. ഏകമകൾ നഷ്ടപ്പെട്ട RKയും ഇന്ദുവിനെയും കുറിച്ച് എല്ലാവരും പരിതപിച്ചു. അച്ഛനും അമ്മയും ഭാര്യയും നഷ്ടപ്പെട്ട കിഷോറും എല്ലാവരുടെ ഉള്ളിലൊരു നോവായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നന്ദയുടെ മരണം കൊലപാതകമാണ് തെളിഞ്ഞു. പക്ഷേ അന്നു മുതൽ ആ കൊലപാതകയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസും കിഷോറും. എന്നാൽ യഥാർത്ഥ കൊലപാതകി അവരുടെ മുന്നിൽ സകല തെളിവുകളും നശിപ്പിച്ചുകൊണ്ട് അവർക്കൊന്നൊരു സംശയവും തോന്നാത്ത രീതിയിൽ അവരുടെ മുന്നിൽ ഒരു ഓസ്കാർ അഭിനയം കാഴ്ചവെക്കുകയായിരുന്നു. നന്ദയും കൊണ്ട് മടങ്ങി വരുമെന്ന് നന്ദയുടെ അമ്മയ്ക്ക് വാക്കുകൊടുത്ത കിഷോറിന് നന്ദയുടെ നിർജീവമായ ശരീരം കൊണ്ടാണ് തറവാട്ടിലേക്ക് മടങ്ങിയെത്താൻ സാധിച്ചത്. അലറിക്കരയും നന്ദയുടെ അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ ഒന്ന് ഉറക്കെ കരയാൻ പോലും പറ്റാതെ മാസങ്ങളോളം അവൻ നീറി. ഇപ്പോഴും ആ വേദന അവനെ ചുട്ടുപൊള്ളിക്കുന്നു. നന്ദയില്ലാതെ കിഷോർ കുമാർ പൂർണ്ണമാവില്ല എന്ന് അവന്റെ ഹൃദയം അപ്പോൾ അവനോട് വിളിച്ചു പറയുന്നു. കിഷോറിന്റെ കണ്ണുകൾ തീ ആളിക്കത്തി. എല്ലാ കാലവും എല്ലാവരെയും സ്നേഹത്തിന് മുഖം മൂടി അണിഞ്ഞ് പറ്റിക്കാന്ന് കരുതിയോ നീ നിഷ്കരണം കൊന്നളിയത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയാ. ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടൽ എത്രയാണെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അച്ഛനും അമ്മയും പോയപ്പോൾ ഞാനാകെ തകർന്നു പോയി. ആ സങ്കടക്കടലിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് എന്റെ പെണ്ണാ. നീ അവളെയും കൂടി എന്നിൽ നിന്ന് അകറ്റിയില്ലേ? ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ നിന്നോട് അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. വീണ്ടും കിഷോർ കമിഴി നടക്കുന്ന സേതുമാധവനെ തിരിച്ചിട്ട് അയാളുടെ മുഖത്തിന് നേരെ കാലുയർത്തി. അയ്യോ, ഇനിയൊന്നും ചെയ്യില്ലേ? ഇല്ല, ഞാനൊന്നും ചെയ്യില്ല. എന്റെ നന്ദയെ ജീവനോട് എനിക്ക് തിരിച്ചറിയാൻ പറ്റുമോ നിനക്ക്? അവളുടെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ലായിരുന്നു. അന്യന്റെ ഭാര്യ വരെ കാമത്തിന്റെ കണ്ണുകളോടെ നോക്കുന്ന നിനക്ക് സ്നേഹത്തിന്റെ വില എങ്ങനെ അറിയാൻ കഴിയും? അതും പറഞ്ഞ് കിഷോർ കാലുകൾ കൊണ്ട് അയാളുടെ മുഖം തൊഴിച്ചു. എന്റെ മുന്നിൽ കുമ്പസാരിച്ച പോലെ ഇനിയും കുറച്ചു പേരുടെ മുമ്പിലും കൂടി പോയി പറയാം. അവസാനമായിട്ട് നിനക്ക് ഞാനൊരു അവസരം ഒരുക്കി തരാം.
അതും പറഞ്ഞ കിഷോർ സേതുമാധവനെ തൂക്കി തന്റെ കാറിലേക്ക് ഇട്ടുകൊണ്ട് അയാളുടെ വീട് ലക്ഷ്യമാക്കി മുന്നോട്ടെടുത്തു. എല്ലാവരോടും യാത്ര പറഞ്ഞ് രാമകൃഷ്ണനും ഭാര്യ ഇന്ദുമതി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കിഷോറിന്റെ കാർ അവിടേക്ക് വന്ന്. കിഷോർ വണ്ടിയിൽ നിന്നിറങ്ങി തൂക്കിയെടുത്തുകൊണ്ട് വരുന്ന ആ മനുഷ്യരൂപത്തെ എല്ലാവരും പകച്ചു നോക്കി. ആദ്യത്തെ പകപ്പ് മാറിയപ്പോൾ സേതുവേട്ട എന്ന് വിളിച്ചുകൊണ്ട് ഗീത മുന്നോട്ട് ഓടി വന്നു. എന്തുപറ്റിന്റെ സേതുവേട്ടന്? കിഷോർ സേതുമാധവനെ ഗീതയുടെ കാൽക്കിലേക്ക് ഇട്ടു. ആ നിമിഷം ഗീതയൊന്ന് പകച്ചുപോയി. കിഷോറിന്റെ മുഖത്ത് ദേഷ്യഭാവം കണ്ടപ്പോൾ ചോദിക്കാൻ പോയതുപോലും മറന്ന പോലെ ഗീത നിന്നു. അപ്പോഴേക്കും ജിതിനും ബാക്കിയുള്ളവർ ഓടി വന്നിരുന്നു. ഗീതയുടെ കാൽക്കൽ കിടന്നുകൊണ്ട് തന്നെ സേതുമാധവൻ ഓരോ കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ എല്ലാവരും ഹൃദയം നിലച്ച പോലെ അയാളുടെ ഏറ്റുപറച്ചിൽ കേട്ട് നിന്നു. ഗീത അയാളെ പിടിച്ച കാല് നന്നായി കുടഞ്ഞുകൊണ്ട് അയാളെ പിടിച്ചുയർത്തി. നിങ്ങൾക്ക് ഇത്രയും നീചരാമൻ എങ്ങനെ സാധിച്ചു? എന്നെ ഇത്രയും കാലം പറ്റിക്കായിരുന്നല്ലേ? ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും വിശ്വസിച്ചിട്ടും എന്നോട് എനിക്ക് പ്രിയപ്പെട്ടവരോട് അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? ഗീത അത്രയും പറഞ്ഞ് തളർച്ചയോടെ ജിതിനെ നോക്കി. അവൻ ഓടി വന്ന അവൻ്റെ അമ്മയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് സേതുമാധവനെ ദേഷ്യത്തോടെ നോക്കി. എന്നാലും അച്ഛാ, നിങ്ങൾക്ക് എങ്ങനെയാ നന്ദിയോട് ഇത്രയും ക്രൂരമാവാൻ തോന്നിയത്? അച്ഛനെന്ന് വിളിക്കാൻ പോലും എനിക്ക് പറപ്പ് തോന്നുക. നിനക്കൊക്കെ എന്ത് ദ്രോഹാടാ ഞാൻ എൻ്റെ മകളും ചെയ്ത്, സാമദ്രോഹി. ജിതിൻ അതീവ വെറുപ്പോടെ പറഞ്ഞിരുത്തുമ്പോൾ ഇന്ദുമതി അപ്പോഴേക്ക് അയാളുടെ കോളിൽ പിടിച്ചുലച്ചുകൊണ്ട് അതും പറഞ്ഞുകൊണ്ട് കരഞ്ഞു പോയിരുന്നു. ആ അമ്മ മനസ്സ് അർച്ചന വന്ന അമ്മയെ താങ്ങി പിടിച്ചു. ഇത്രയും കാലം സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് നിങ്ങളെ കണ്ട് സ്നേഹിച്ചതിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. സേതുമാധവന്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് അർച്ചന ഇന്ദുമതിയെ ചേർത്ത് പിടിച്ചു. അപ്പോഴും രാമകൃഷ്ണൻ ഷോക്ക് അടിച്ച പോലെ അവിടെ തന്നെ നിന്നുപോയി. ആത്മമിത്രത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയിൽ അയാൾ അത്രമേൽ തകർന്നു പോയിരുന്നു. ആ നിൽപ്പ് എല്ലാവരിലും ഒരു ഭയം സൃഷ്ടിച്ചു. അയാളുടെ മാനസിക നില തെറ്റുമോ എന്ന് പോലും എല്ലാവരും ഭയപ്പെട്ടു. പുഞ്ചിരി തൂന്ന നന്ദുമോളുടെ ഓരോ വളർച്ചയും അവളിലെ കുസൃതിയും കുറുമ്പും ആ നിറഞ്ഞു നിൽക്കുന്ന ചിരി അവളുടെ ഭാര്യവും കൗമാരവും യൗവനവും എല്ലാം രാമകൃഷ്ണന്റെ മുമ്പിൽ ഒരു സിനിമ പോലെ തെളിഞ്ഞു കണ്ടു. ആ നിമിഷം തന്നെ അയാൾ ഒരു അലർച്ചയോടെ സേതുമാധവനെ നെഞ്ചിൻ കൂട് നോക്കി ആഞ്ഞു ചവിട്ടി. ജീവിച്ച് കൊതി തീരാത്ത എന്റെ മകളോട് എന്തിനാടാ നീ ആ ദ്രോഹം ചെയ്ത്? സ്വത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഉള്ളതെല്ലാം നിനക്ക് ഞാൻ നൽകിയേനെ. അതിനു വേണ്ടി നീ 3 ജീവനെടുത്തപ്പോ എത്ര പേരുടെ സ്വപ്നാണാ നീ ഇല്ലാതാക്കിയത്? അതും പറഞ്ഞ് ആർത്ത് കരയുന്ന രാമകൃഷ്ണനെ കിഷോർ ഓടി വന്ന് നെഞ്ചോട് ചേർത്തു. അച്ഛന്റെയും അമ്മയുടെയും സങ്കടം കണ്ട് നന്ദയുടെ ഹൃദയം വിങ്ങി. അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ അവളുടെ ഉള്ളം കൊതിച്ചു. നന്ദ കിഷോറിനെ നോക്കി. തിളക്കം നഷ്ടപ്പെട്ട ആ കാപ്പിക്കണ്ണുകൾ കാണുന്തോറും അവനെ ഒന്ന് പൊതിഞ്ഞു പിടിച്ച് ആ മുഖമൊന്നാകെ ചുംബിച്ച് ആ കണ്ണുകൾക്ക് നഷ്ടപ്പെട്ട ആ തിളക്കം വീണ്ടെടുത്തു കൊടുക്കാൻ അവളുടെ ഹൃദയം വാശി പിടിച്ചു. കിഷോർ രാമകൃഷ്ണനിൽ നിന്നും വിട്ടുമാറി തന്റെ അരയിൽ ഭദ്രമായി ഒളിപ്പിച്ച കത്തി കയ്യിലെടുത്തുകൊണ്ട് സേതുമാധവന്റെ അടുത്തേക്ക് പോയി അയാളെ ആഞ്ഞു കുത്താൻ ശ്രമിച്ചു. ആ സമയത്താണ് ഒരു പോലീസ് വാഹനം അങ്ങോട്ടേക്ക് വന്നു. ഒരു നിമിഷം അവന്റെ ശ്രദ്ധ അവിടേക്ക് നീണ്ടു. ജീപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലീസുകാരനെ വകവെക്കാതെ കിഷോർ വീണ്ടും കത്തികൊണ്ട് സേതുമാധവന് നേരെ പാഞ്ഞു. മിസ്റ്റർ, ഡോണ്ട് ഡു. നിയമം കയ്യിലെടുക്കരുത്. അയാളെ ഞങ്ങൾക്ക് വിട്ടുതരണം. അപ്പോഴേക്ക് 2-3 പോലീസുകാർ കിഷോറിനെ പിടിച്ചു വെച്ചിരുന്നു. ഞങ്ങൾ സേതുമാധവനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. ജോലി വാഗ്ദാനം ചെയ്ത ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാണ് കേസ്. കുറെ ദിവസമായി ഞങ്ങൾ ആളെ തപ്പി നടക്കുന്നു. ആ കുട്ടിക്ക് ഇയാളുടെ പേരും ഡീറ്റെയിൽസും ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നത്. വിളിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. ഞങ്ങൾ അന്വേഷിക്കുന്ന പ്രതി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പെൺകുട്ടി വിളിച്ചത്. ആ സമയം കിഷോർ നോക്കിയ നന്ദയായിരുന്നു. ആൾ കണ്ണു ചിമ്മി കാണിച്ചു. ആ സമയം നന്ദ അവൻ്റെ അടുത്തേക്ക് വന്നു. കിച്ചേട്ടാ, ഇങ്ങനെയുള്ളൊരു നീചനെ കൊന്ന് ബാക്കിയുള്ള കാലം ജയിലിൽ കഴിയേണ്ടവനല്ല എൻ്റെ കിച്ചേട്ടൻ. ആ കോള് ഞങ്ങൾ അത്ര മുഖവിലേക്ക് എടുത്തിരുന്നില്ല. ബിസിനസ്സിൽ ഏതെങ്കിലും ശത്രുക്കളെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്താണെന്ന് കരുതി. ആ സമയത്താണ് RK ഗ്രൂപ്പിന്റെ ആടിൽ തന്നെ പീഡിപ്പിച്ചയാളെ കണ്ടെന്ന് പറഞ്ഞത്. പീഡനത്തിനിരയായ പെൺകുട്ടി സ്റ്റേഷനിലേക്ക് നേരിട്ട് വന്നയാൾക്ക് ആ ഫോട്ടോ കാണിക്കുന്നത്. അതും പറഞ്ഞ് പോലീസുകാർ സേതുമാധവനെ വിലങ്ങണിയിച്ചു. സർ, ഇതെന്റെ അച്ഛനായിരുന്നു. ഇയാൾ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏത് കോടതിയിലും വന്ന് ഞാനത് ഏറ്റുപറയാം. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇയാൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. ജിതിന്റെ വാക്ക് കേട്ട് സേതുമാധവൻ അവനെ കടുപ്പത്തിലും നോക്കി. എന്നെ പോലെ ഉള്ളവരെന്ന് സ്നേഹിക്കാൻ ഒരു കൂട്ടി കിച്ചേട്ടനെ തേടി വരും. എന്റെ കുഞ്ഞികൃഷ്ണൻ കിച്ചേട്ടന്റെ മുന്നിലേക്ക് അവളെ കൊണ്ടെത്തിക്കും. കിഷോറിന്റെ കാതോരം വന്ന് പറയുന്ന അന്തേ അവൻ പകച്ചു നോക്കി. നിഷേധാർത്ഥത്തിൽ കിഷോർ തല വിലങ്ങനെ ആട്ടുന്നുണ്ട്. നന്ദ നിറഞ്ഞ ചിരിയോടെ അവനെ കൈവീശി കാണിച്ചുകൊണ്ട് അവൾ പതി അവനിൽ നിന്നും മാഞ്ഞുപോയി. നന്ദ നോ എന്ന് വിളിച്ച് ആർത്ത് കരയുന്നവനെ എല്ലാവരും വേദനയോടെ നോക്കി നിന്നു. വർഷങ്ങൾക്ക് ശേഷം ദൂരെയുള്ള ഒരു അമ്പലനടയിൽ ഒരു പെൺകുട്ടി കൈകൾ കൂപ്പി പ്രാർത്ഥനയിലാണ്. എൻ്റെ കൃഷ്ണ, എൻ്റെ നാട്ടിലൊക്കെ ഒത്തിരി അമ്പലങ്ങളുണ്ടായിട്ടും ഞാൻ എൻ്റെ കൂട്ടുകാരികളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് തന്നെ വന്നത് എന്താണെന്നറിയോ? ഞാൻ കഴിഞ്ഞവണ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, അത് നടന്നു. എൻ്റെ ജീവിതത്തിൽ ആ കാരുടെ എന്നേക്കുമായിട്ട് എന്നെ വിട്ടുപോയി. അതിന് നന്ദി പറയാനായിട്ടോ
ഈ ഞാൻ ഇത്രയും ദൂരേക്ക് ഓടിപ്പിടഞ്ഞ് വന്ന് ഇനിയെങ്കിലും ഈ പാവം പിടിച്ച് എന്നെ ഇനിയും ദ്രോഹിച്ചും വേദനിപ്പിച്ചും രസിക്കാതെ എന്നെ വഞ്ചിക്കാത്ത എന്നേക്കാൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ നീ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിക്കണേ. അവളുടെ പതിവ് ശൈലിയിൽ കൊഞ്ചിക്കൊണ്ട് കൃഷ്ണനോട് പ്രാർത്ഥിച്ച ആ സമയം തന്നെ അമ്പലത്തിൽ മണിനാഥം മുഴങ്ങി. ഉടുത്ത മുണ്ടൊന്ന് നേരെയാക്കി ഷർട്ടിന്റെ ബട്ടൺ ഓരോന്ന് അഴിച്ചു നടന്ന് അമ്പലം ലക്ഷ്യമാക്കി പോകുന്നവൻ ആ സമയം ജിതിനെയോ ആരോടോ തന്റെ കാറിൽ നിന്ന് ഫോണിലൂടെ സംസാരിക്കുന്ന കിഷോറിനെയോ കണ്ടില്ല. കിഷോർ പടികൾ ഓരോന്നും വേഗത്തിൽ കയറി. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്ന മാളു? നിന്റെ പ്രാർത്ഥന അല്ല നിന്റെ പരിവം പറിച്ചിൽ കഴിഞ്ഞോ? അതൊക്കെ കഴിഞ്ഞ അവളോടെ? നിങ്ങൾ രണ്ടാളും ഇവിടെ വന്ന സകലതും മറന്ന പോലെയാണല്ലോ. നീ വാ, നമുക്ക് നടക്കാം. അവള് വന്നോളൂ. ആ ഒരു രണ്ടുപേരും പടികളിറങ്ങിയ സമയം തന്നെ വേഗത്തിൽ നടന്നു വന്ന കിഷോർ അറിയാതെ അവരിൽ ഒരാൾ ഇടിച്ചു. സോറി എന്നും പറഞ്ഞ് നടക്കാവൊരുങ്ങിയവന്റെ മുമ്പിൽ ആൾ കയറി നിന്നു. ശേഷം ആൾ കിഷോറിന്റെ കവിളിലും തള്ളി. പെൺകുട്ടികളെ കാണുമ്പോൾ നിന്നെപ്പോലെ ഒരു കരുതി കൂടി ചെന്നിരിക്കും. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ ഒരു സോറിയും പറഞ്ഞു പോവും. നിന്നെ പോലെയുള്ള ചില ആണുങ്ങൾ അതിലൂടെ ഒരു സുഖം കണ്ടെത്തും. അതൊരു അസുഖാണ്ടോ? താനൊക്കെ പോയി അതൊക്കെ ആദ്യം ചികിത്സിച്ച് ഭേദാക്കാൻ നോക്ക്. അല്ലെങ്കിൽ പെണ്ണിന്റെ കൈകരുത്തി ഇനി അറിയേണ്ടി വരും താനൊക്കെ. നുരഞ്ഞു പൊന്നുന്ന ദേഷ്യത്തെ കടിച്ചമർത്തി ഒരു നിമിഷം കിഷോർ അങ്ങനെ നിന്നു. അപ്പോഴേക്ക് അവളുടെ കൂട്ടുകാരി മാളോടെ കയ്യിൽ പിടിച്ചു വലിച്ചു. നന്ദ മതി, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? എല്ലാ ആണുങ്ങളും നിന്റെ കെട്ടിയനെ പോലെ നിറയട്ടല്ല. നന്ദ വാ നന്ദ. കിഷോറിന്റെ കാതിൽ നന്ദ എന്ന ആ വിളി മാത്രം അലയടിച്ചു കേട്ടു. അവന്റെ നന്ദയുടെ ഒരിക്കലും മായാത്ത ഓർമ്മകൾ അവനിലൂടെ ഒരു സിനിമ പോലെ കടന്നുപോയി. വീട്ടുമാളു, ഈ ശ്രീനന്ദ ആരാണെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കട്ടെ? അപ്പോഴും അവരെ തന്നെ നോക്കിയ ആലോചനയിലായിരുന്നു കിഷോർ. എടി മാളു, നീയല്ലേ പറഞ്ഞ അവൻ നല്ലവനാണെന്ന്? ആ നോട്ടം കണ്ടില്ലേ? ആ കാപ്പി കണ്ണുകൾ ഞാനിന്ന് കുത്തി പൊട്ടിക്കും. അന്തരീക്ഷത്തിൽ പെട്ടെന്നൊരു ഇടിമുഴക്കം കേട്ടു. ആൾ പറഞ്ഞ ആർക്കോ ഇഷ്ടപ്പെടാത്തതിന്റെ പരിഭവം പോലെ അത് വീണ്ടും മുഴങ്ങി. നന്ദ, മാളു നിക്ക്, ഞാനും വരുന്നു. സ്റ്റെപ്പ് ഇറങ്ങാൻ പോയ അച്ചു കിഷോറിനെ അവിടെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടി. കിച്ചുവേട്ടാ! അർച്ചനയുടെ ആ വിളി കേട്ടാണ് കിഷോർ ചിന്തയിൽ നിന്നുണർന്നത്. എവിടെയായിരുന്നു കിച്ചുവേട്ടാ? ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു. മാളു നോക്ക്, അച്യുത അവനോട് സന്തോഷത്തോടെ സംസാരിക്കുന്നു. അച്ചുവിനെ എങ്ങനെ അവനറിയും? അതെങ്ങനെ എനിക്കറിയാനാ? നന്ദ വാ, നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. നിക്ക് അവർ സംസാരിച്ച് കഴിയട്ടെ, എന്നിട്ട് ചോദിക്കാം. അച്ചു, കിഷോർ പതിയെ വിളിച്ചു. അന്ന് ആരോടും പറയാ കാറെടുത്ത് പോയതല്ലേ? ജിത്തുവേട്ടൻ പിന്നാലെ വന്ന. പക്ഷെ വയൽ വെച്ച് പിന്നെ കിച്ചുവേട്ടൻ വണ്ടി കണ്ടില്ല. ഏറെ സങ്കടത്തോടെയാ അന്നാ രാത്രി ജിത്തുവേട്ടൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന്. എന്നിട്ടും പോകാൻ സാധ്യതയുള്ളിടത്തെല്ലാം ജിത്തുവേട്ടൻ അന്വേഷിച്ചതാ. പിന്നെ അറിയാൻ കഴിഞ്ഞത് മുത്തശ്ശനെയും മുത്തശ്ശിയെയും കൃഷ്ണങ്കിളിനെയും ഇന്ദു ആൻറ്റിയെ കൂട്ടി നിങ്ങൾ എവിടെയോ പോയെന്ന്. അത് അങ്കിളുടെ ഓഫീസിലെ മാനേജർ അരിയേട്ടൻ പറഞ്ഞറിഞ്ഞാ. ഇടയ്ക്കൊന്ന് വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കാൻ പോലും തോന്നാത്ത രീതിയിൽ അന്യരായി പോയോ ഞങ്ങൾ നിങ്ങൾക്ക്? അങ്ങനെയൊന്നുമില്ല അച്ചു, ഇവിടെ നിന്നൊന്നും മാറിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ കരുതിയിരുന്നുള്ളൂ. കിച്ചേട്ടൻ അറിയാം, നിങ്ങൾക്കൊക്കെ ഇപ്പോഴും അച്ഛൻ ചെയ്ത തെറ്റിന് ജിത്തുവേട്ടനോടും അമ്മയോടും വെറുപ്പായതുകൊണ്ടാണ് നിങ്ങൾ അവരെ അകറ്റിയെന്ന് വിശ്വസിച്ചുകൊണ്ട് മനസ്സോർന്നൊന്നും ശരിക്കൂടി ചെയ്യാതെ ഒരിക്കലും ജീവിക്കായിരുന്നു ജിത്തുവേട്ടനും അമ്മയും. അതുകൊണ്ട് ഞാനും. അച്ചു, ഞങ്ങൾ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കിച്ചേട്ടാ, ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് ഒരിക്കലും നിങ്ങളെ കിട്ടിയിരുന്നില്ല. ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വിളിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കായിരുന്നു. കൂട്ടുകാരൻ തന്നിൽ നിന്ന് അകറ്റിയ ദൈവത്തോട് പോലും പരിഭവം കാണിച്ചുകൊണ്ട് അതിനുശേഷം ഒരിക്കൽ പോലും അമ്പലത്തിൽ കാലുകുത്താതെ ഒരു മനുഷ്യൻ അവിടെ കാരണത്തിരിപ്പുണ്ട്. നിങ്ങളൊന്ന് മടങ്ങി വരാം. ഇപ്പൊ പോലും ഞാൻ ദൈവത്തോട് മനൊരുക്കി പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. അത് പറയുമ്പോൾ അർച്ചനയുടെ കണ്ണുകൾ നിറഞ്ഞുപോയിരുന്നു. ശ്രീനന്ദ ശ്രദ്ധിച്ചുകൊണ്ട് മാളുവിനെ നോക്കി. രണ്ടുപേരും പടികൾ വേഗത്തിൽ കയറി. ആ സമയം തന്നെയാണ് ജിതിനും അച്ചുവിനെയും കൂട്ടുകാരികളെ അങ്ങോട്ട് കാണാത്തുകൊണ്ട് മൂടിക്കെട്ടിയ അന്തരീക്ഷം നോക്കി മഴ വരുമെന്ന് ഉറപ്പുള്ള പോലെ ആര് വിളിക്കാൻ അവനും വേഗത്തിൽ പടികൾ കയറിയത്. അപ്പോഴാണ് അച്ചുവിനെ സമാധാനിപ്പിക്കുന്ന കിഷോറിനെ കണ്ടത്. ആ സമയം തന്നെയാണ് അവനും താഴേക്ക് ഇറങ്ങാൻ പോകവേ ജിതിനെ കണ്ടത്. കിഷോർ ഓടി പടികളിറങ്ങി ജിതിനെ ഇറുകെ പുണർന്നു. ജിതു, എന്നോട് ക്ഷമിക്കുക. ഞാൻ ആ സമയം സ്വാർത്ഥനായി പോയി. എന്നെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. എന്നാലും നിനക്ക് എന്നൊന്ന് വിളിക്കായിരുന്നു. ഞാൻ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. നീ എന്നോട് ക്ഷമിക്കടാ. ആരുടെ ആ ഒത്തിച്ചേരൽ നോക്കി ഒരു നിമിഷം അർച്ചന സന്തോഷത്തോടെ നോക്കി നിന്നു. ആ സമയം ശ്രീനന്ദയും മാളും അച്ചുവിന്റെ അരികിലേക്ക് പോയി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഒരിക്കൽ അച്ചുവിന്റെ വായിൽ നിന്ന് തന്നെ കിച്ചുവിന്റെയും നന്ദയുടെയും പ്രണയവും അവരനുഭവിച്ച വേദനകളെല്ലാം അവൾ അറിഞ്ഞിരുന്നു. അന്നു മുതലേ ശ്രീനന്ദയ്ക്ക് ഭാര്യ മരിച്ചിട്ടും മറ്റൊരാളെയും കാമക്കണ്ണുകൾ കൊണ്ട് നോക്കാതെ അവള് മാത്രം ആത്മാർത്ഥമായി മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന കിഷോറിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നിയിരുന്നു. എന്നാൽ ഇന്ന് അതേ കാരണം പറഞ്ഞ് അവൻ അടിച്ചു തോർക്കുമ്പോൾ ശ്രീനന്ദയ്ക്ക് ആ സമയം വല്ലാത്തൊരു ആത്മനിന്ദ തോന്നി. ആത്മാർത്ഥമായ സ്നേഹം കൊടുത്തിട്ടും ഞാനുള്ളപ്പോൾ തന്നെ ഒരുപാട് പെൺകുട്ടികളുമായി അരുതാത്ത ബന്ധം പുലർത്തിയും തന്റെ ഭർത്താവിനെ പോലെ എല്ലാവരെയും താൻ ഒരു നിമിഷം കണ്ടുപോയി. അവൾ സ്വയം പറഞ്ഞു. ഭാര്യ മരിച്ചിട്ടും മറ്റൊരാളെ തേടി പോവാതെ ആ ഓർമ്മയിൽ നിന്നും ജീവിക്കുന്ന കിഷോറിനോട് ശ്രീനന്ദയുടെ ഉള്ളിൽ അവൾ പോലും അറിയാതെ അവനോട് പ്രണയം തോന്നി തുടങ്ങിയിരുന്നു. അച്ചു, അപ്പൊ നിന്റെ അമ്മായിച്ച് എപ്പോഴും ചെയ്യില്ലാണോ? മാളുവാണെന്ന് ചോദിച്ച്. അതേ സംശയം ശ്രീനന്ദയിൽ അപ്പോൾ ഉണ്ടായിരുന്നു. അല്ല പിന്നെ? അയാൾ മരിച്ചു. എങ്ങനെ? അന്ന് പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അയാൾ ട്രാഫിക് സിഗ്നലിൽ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി. അപ്പുറത്തുനിന്നൊരു വാഹനം വരുന്ന അയാൾ കണ്ടിരുന്നില്ല. അയാളുടെ കാലുകളുടെ മുകളിൽ കൂടി ആ വാഹനം കയറിയിറങ്ങി. കാല് രണ്ട് നഷ്ടമായി.
കുറേ കാലം ഗവൺമെൻറ്റിൻ്റെ ചികിത്സയിൽ തന്നെയായിരുന്നു. അപ്പോഴാണ് ക്യാൻസർ എന്ന രോഗം അയാളെ തേടിയെത്തിയത്. കാലിലെ മുറികളിൽ നിന്ന് തുടങ്ങി അത് മുഴുവൻ ശരീരഭാഗങ്ങളെയും കാർന്നു നിന്നു. ആകെ മെലിഞ്ഞൊട്ടി മൂട്ടിയൊക്കെ പോയി വല്ലാത്തൊരു രൂപത്തിലായിരുന്നു. അവസാന നാളിൽ മരിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പോയതാ അവിടെ. എന്തായാലും അയാൾ ചെയ്തുള്ള ശിക്ഷ ഇവിടെ തന്നെ കിട്ടിയിട്ടാണല്ലേ പോയത്? ശ്രീനന്ദയുടെ ചോദ്യത്തിന് അച്ഛൻ തലവിളിക്ക്. അപ്പോൾ കിഷോറും ചിതരും കുഞ്ഞു പരിഭവങ്ങളെല്ലാം പറഞ്ഞു തീർത്തുകൊണ്ട് മുന്നോട്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ചെറിയ മഴത്തുള്ളി അവരുടെ രണ്ടുപേരുടെയും കോർത്തു പിടിച്ച കയ്യിലേക്ക് ഇറ്റ് വീണത്. രണ്ടുപേരും ഒരേ സമയം ആകാശം നോക്കി. അവർ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ മിന്നൽ. അവർ രണ്ടുപേർക്കും അപ്പോൾ നന്ദ അവരെ നോക്കി കണ്ണു ചിമ്മുന്ന പോലെ തോന്നി. അതുകൊണ്ട് അവരുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അവർ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. ശ്രീനന്ദ കിഷോറിൻ്റെ അടുത്ത് വന്നിന്ന് പറഞ്ഞു, സോറി, സത്യമായിട്ടും എൻ്റെ കുഞ്ഞി കൃഷ്ണനാണ് സത്യം. ഇയാൾ പെട്ടെന്ന് എൻ്റെ ദേഹത്തേക്ക് വന്ന് ഇടിച്ചപ്പോൾ ഞാനത് മനഃപൂർവ്വം തെറ്റിദ്ധരിച്ച് കാര്യറിയാതെ അടിച്ചാ കേട്ടോ. എന്നോട് ക്ഷമിക്കില്ലേ? കിഷോർ അതിന് ഭംഗിയായി ചിരിച്ചുകൊണ്ട് കണ്ണു ചിമ്മി കാണിച്ചു. ആ നിമിഷം അവർ പോലും അറിയാതെ അവരുടെ പുതിയ ജീവിതത്തിലേക്കുള്ള യാത്ര തുടങ്ങി. ശ്രീനന്ദ അവളുടെ ആത്മാർത്ഥമായ പ്രണയം കൊണ്ട് കിഷോറിനെ കീഴ്പ്പെടുത്തിട്ടേ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈ കഥ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു.